ഹായ് ഹലോ എല്ലാവർക്കും DVD സയൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാരിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. എന്താ ഈ കാണുന്നത് പോലെ ഈ സാരി കസ്റ്റമർ അളന്ന് തന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഡിസൈനാണിത്. ഷോൾഡർ തൊട്ട് ജസ്റ്റ് കുറച്ച് താഴെ വരെ അപ്പോൾ അതനുസരിച്ച് പിന്ന് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ വേറൊരു ക്ലോത്തും ഈ സാരിയായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാണുന്ന അതായത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ടാണ് ഡിസൈൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എന്താ കണ്ടത് ഇതുപോലെ ലൈനുകൾ വരച്ചിട്ട് ഒരു ചെറിയൊരു പേപ്പറിൽ എല്ലാ ലീഫിനും ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. കണ്ടു, ഇതുപോലെ ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ എല്ലാ ഡിസൈനും വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഫുള്ളായിട്ട് വരുന്നത്. കണ്ടോ, ഇതുപോലെ ഇത് വെച്ച് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതേ ഔട്ട്ലൈൻ അതേ കണക്കിനാണ്. ലീഫല്ല ഫ്ലവറാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരേ അളവിന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് എല്ലാ വർക്കും ചെയ്തെടുക്കുന്നത്. കട്ട് ബീഡ്സ് വെച്ച് 1-2 കട്ട് ബീഡ്സ് വീതം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ബീഡ്സ് എടുത്ത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഫുള്ളായിട്ടും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് തീർത്തത്. അപ്പോൾ അത്രയ്ക്ക് അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കട്ട് ബീഡ്സോ ആവശ്യമാണ് ഇത്രയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ലീഫ് ഇത്തിരി വലിപ്പമുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് അതിൽ ഫുള്ളായിട്ട് ലോഡ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എന്തായാലും ഇത്തിരി കൂടുതൽ കട്ട് ബീഡ്സ് ഇതിനാവശ്യമായി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ടൈമും കട്ട് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ കട്ട് ബീഡ്സിൽ കുറേ കട്ട് ബീഡ്സ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നൂലിനകത്തിരിക്കാതെ അതായത് ജോയിൻ്റ് ഇല്ലാതെ കട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ അതായത് കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, 4mm ബീഡ് ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ ഓരോ കവർ വീതമാണ് വാങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലൈനുകളെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി ലീഫിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫും ഇതേപോലെ തന്നെയാണ് 2 കട്ട് ബീഡ്സ് വീതമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ടും ഔട്ട്ലൈൻ എല്ലാം കൊടുത്തതിന് ശേഷം ഔട്ട്ലൈനിന് തൊട്ടടുത്ത് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് വർക്കൊക്കെ ചെയ്യുമല്ലോ, അതായത് റൗണ്ടിന് ചുറ്റും ചെയ്തിട്ട് ആ റൗണ്ടിന് തൊട്ടടുത്ത് തന്നെ അടുത്ത റൗണ്ട് ചെയ്യും. അതുപോലെയാണ് ഈ ലീഫ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ പിന്നെ പറയാനൊന്നുമില്ല. ഇത്തിരി നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന വർക്കാണ് ഈ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പീഡിൽ കാണിച്ചു പോകുന്നത് എന്തായാലും ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇത് കാണുന്നത്. ഇനി അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്ന വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇത് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് ആ കോണ് വരുന്ന ഭാഗത്ത് നോട്ട് കൊടുക്കണം, എങ്കിലേ ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ ഇപ്പോൾ സാധാ സീയിങ് ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്തിൻ്റെ കളറിൽ തന്നെയുള്ള സീയിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കണ്ടോ, ഇപ്പോൾ ഒരു ലെയർ ചെയ്ത് തീർത്തു. ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇനി ഒരേ ഒരു ലീഫ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അത് നമുക്ക് ഈ ഫ്രെയിം ഇളക്കിയാൽ മാത്രമേ അത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ആ ലീഫ് വേണ്ട. അപ്പോൾ ഈ ഒരു ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഈ ഫ്രെയിം ഇളക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണും.